നമസ്കാരം, ഞാൻ ശാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മിൽക്ക് ഷേക്കാണേ. നമ്മുടെ പൊമഗ്രാനറ്റും മിൽക്കും ഒക്കെ കൂടെ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയൊരു ഷേക്കാണ്. നമ്മുടെ ഈ മാതള നാരങ്ങയ്ക്ക് വളരെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, നല്ല ടേസ്റ്റിയുമാണ്. അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്കും ഈ അനീമിക് ആയിട്ടുള്ളവർക്കൊക്കെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഫ്രൂട്ടാണ് ഈ മാതള നാരങ്ങ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൊമഗ്രാനറ്റ് ഉരിച്ച് എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാല് വേണം. ഒരു 7-8 ബദാം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 ഏലക്ക, 2 ടീസ്പൂൺ പഞ്ചസാര, 3-4 ഐസ് ക്യൂബ്സ്. ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉരിച്ചു വെച്ചിരിക്കുന്ന ഈ മാതള നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം. ഈ ഏലക്ക ഇതിൽ ചേർക്കുന്നത് നമുക്ക് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയുടെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ വേണേൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ഐസ് ക്യൂബ്സും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് നല്ല പോലെ ഒന്ന് അടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. അപ്പോൾ ഈ നല്ലതുപോലെ അരയാതെ കിടക്കുന്ന സീഡ്സും ഏലക്കയും ഒക്കെ നമുക്ക് ആ ഫിൽറ്ററിൽ തന്നെ കിട്ടും. നമുക്കിനി ഇത് മിക്സിയിൽ ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബദാമും കൂടി ഇതിലേക്കിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്ക് ഈ ബദാം ആദ്യം തന്നെ ഇട്ടിട്ട് ഇതിൽ ബ്ലെൻഡ് ചെയ്തെടുത്ത് ഫിൽറ്റർ ചെയ്താലും മതിയാവും. പക്ഷേ അങ്ങനെ ചെയ്താൽ കുറച്ചൊക്കെ ബദാം ആ അരിപ്പയിൽ തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. ആ ബദാം ഒട്ടും വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനതിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു മേസൺ ജാറോ ഗ്ലാസ്സോ എടുത്തിട്ട് അതിലേക്ക് 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പൊമഗ്രാനറ്റ് മിൽക്ക് ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ബദാം ഇങ്ങനെ അടിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ബദാം ഒന്ന് ചെറുതായിട്ട് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. അതിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തരുന്നത്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പൊമഗ്രാനറ്റ് ഇട്ട് കൊടുക്കാം. അതിന് മേലെ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ബദാം കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 പൊമഗ്രാനറ്റൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പൊമഗ്രാനറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് സീസണിൽ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ രീതിയിൽ ഈ മിൽക്ക് ഷേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണേ. അപ്പോൾ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ.